ഹലോ കൂട്ടുകാരെ, നമ്മൾ ബ്രിസ്ബെയിനിലായിട്ടുള്ളത്. അപ്പോൾ ബ്രിസ്ബെയിനിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് നമ്മുടെ അവിടെ ഉള്ളതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ഇത് ചേച്ചിമാരൊക്കെ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. കൊതിയാവോ? അതെ, നമ്മൾ ശരിക്കും നാട്ടിൽ ചെന്ന ഫീലിംഗ് അല്ലേ? അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഓസ്ട്രേലിയൻ മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം 2 ആഴ്ച ഓഫ് എടുത്ത് ഞങ്ങളൊരു റോഡ് ട്രിപ്പുമായിട്ട് നമ്മുടെ ക്യൂൻസ്ലാൻഡ് മുഴുവനൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്യൂൻസ്ലാൻഡ് ജീവിക്കുമ്പം അറ്റ്ലീസ്റ്റ് ഈ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് എന്താണെന്നും അവിടുത്തെ സ്ഥലങ്ങൾ എന്താണെന്നും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ച് ബ്രിസ്ബെയിൻ വന്നു. ബ്രിസ്ബെയിനിൽ നോർത്ത് ലേക്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എൻ്റെ നാട്ടുകാരൻ ലൂക്കോസ് ചേട്ടയുടെയും മിനി ചേച്ചിയുടെയും വീട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ബ്രിസ്ബെയിനിൽ ഇത്ര അടിപൊളിയായിട്ട് വീട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കിളി പോയി. ഒരു 10-750 സ്ക്വയർ മീറ്റർ ലാൻഡിനകത്ത് വീടിൻ്റെ ബാക്കിൽ ചെയ്തിരിക്കുന്ന അടിപൊളി കൃഷിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടൗൺസിലെയും കെയ്ൻസിലെയൊക്കെ പലതരത്തിലുള്ള കൃഷി കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ വീഡിയോയിലൂടെ. എന്നാൽ ബ്രിസ്ബെയിനിലെ ഇതുപോലൊരു വീഡിയോ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല. പല പ്രാവശ്യവും ചേട്ടാ എന്നെ വിളിക്കുമ്പോൾ പറയും, മേഡം എൻ്റെ വീട്ടിൽ അത്യാവശ്യം നല്ലപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നുമില്ലെങ്കിൽ നമ്മൾ കോട്ടയംകാരല്ലേ എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. പക്ഷേ ചെന്ന് കണ്ടപ്പം നിങ്ങളിപ്പോൾ കാണുന്ന പോലെ മാവും തെങ്ങും അതുപോലെ കപ്പയും പച്ചമുളക്, കൂർക്ക, ഇഞ്ചി, ഏലം, നോക്കി കോവൽ, പിന്നെ അതുകൂടാതെ ചക്ക എവിടെ ഉണ്ടാക്കി കിടക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? പ്ലാവയിൽ 3-4 ചക്ക. ഇപ്പോൾ ചക്കയുടെ സീസണാണ് കേട്ടോ. അപ്പോൾ ടൗൺസിലെയൊക്കെ പലതരത്തിലുള്ള ചക്കയുടെയൊക്കെ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും പയറും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം പന്തൽ കൊടുത്ത് കയറ്റി വിട്ടിരിക്കുക. ഒരു വീട്ടിലെ ആവശ്യത്തിന് ഉപരിയുള്ള സാധനങ്ങൾ ഇവിടെ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ വെണ്ട, കോവൽ, തൊട്ട് ബാക്ക് സൈഡിൽ മുരിങ്ങ, നല്ല 1-2 മരം, മുഴുത്ത മരം നിൽപ്പുണ്ട്. അത് ഇഷ്ടംപോലെ മുരിങ്ങയ്ക്ക ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ചേട്ടായി അവിടെ. നല്ല 1-ാം തരം പാവയ്ക്ക, നാട്ടിലെ സെയിം കോവയ്ക്കയും പാവയ്ക്കയാണ് കേട്ടോ നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഒരു മാറ്റവും നോക്കി കൂർക്ക ഉണ്ടായിരിക്കുന്നതാണ് സൈഡിൽ കാണുന്നത്. പിന്നെ കറിവേപ്പ് നോക്കിയാൽ മരം പോലെ ഉണ്ടായി നിൽക്കുകയാണ്. എന്താവശ്യത്തിനും ഒരു വലിയ സദ്യ വന്നാൽ ഇതൊന്നും വിഷയമല്ല. കറിവേപ്പിലയും ഇഷ്ടം പോലെ. തൊട്ടിപ്പുറത്ത് ചീരയും ഇഞ്ചിയും, അങ്ങനെ ഒരു വീട്ടിൽ നമുക്ക് എന്തെല്ലാം വേണോ അതെല്ലാം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സൈഡിലെ മാത്രം കാഴ്ചയാണ് കേട്ടോ. തൊണ്ണി അപ്പുറത്തെ സൈഡുണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ശരിക്കും നാട്ടിൽ ചെന്ന ഫീലിംഗ് അല്ലേ? ഇഷ്ടംപോലെ ചെടികളും ഇതൊക്കെ ഇത് ശരിക്കും ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ എന്തുമാത്രം സമയവും എഫേർട്ടും നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നുണ്ട്. പച്ചക്കറികളൊക്കെ എല്ലാം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടെ വെതർ നല്ലതാണ്. നമ്മൾ ടൗൺസിലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു തണുപ്പും അതുപോലെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ടൗൺസിൽ ഇത്തിരി കൂടെ ഡ്രൈ അല്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കും നല്ല മണ്ണാക്കിയാണെങ്കിലും നല്ലതാണ്. എല്ലാത്തിനും എല്ലാ സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട് അല്ലേ? ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും എല്ലാത്തിനും. ചീനിയൊക്കെ നിൽക്കുന്ന നോക്കി. ചീനിയൊക്കെ നിൽക്കും. എല്ലാം ഇതുപോലെ ഗാർഡൻ ബെഡ് ഉണ്ടാക്കി അതിനകത്ത് മണ്ണെല്ലാം നിറച്ച് ചേച്ചി ഒത്തിരി ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നിറച്ച് മാവും അതുപോലെ തന്നെ വാഴക്കൊല ഉണ്ടാക്കി കിടക്കണ കാഴ്ചയാണ്. ഇത് ഷുഗർ ബനാന കേട്ടോ, നമ്മുടെ നാട്ടിലെ പൂമ്പഴം പോലത്തെ ബനാനയാണിത്. തൊട്ടപ്പുറത്ത് നല്ല മുട്ട മാങ്ങ ഉണ്ട്. R22 എന്ന് പറഞ്ഞൊരു വെറൈറ്റി മാംഗോ ആണ് കേട്ടോ. ഇതുകൊണ്ടോ മാങ്ങ ഉണ്ടാക്കി കിടക്കണം കേട്ടോ. നല്ല മുഴുത്ത മാങ്ങയാണ് ഉണ്ടാക്കണം. ഇതിൻ്റെ അപ്പുറത്ത് ഫാഷൻ ഫ്രൂട്ട് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ചേമ്പ്, ഇതെല്ലാം പലതരത്തിലുള്ള വാഴകളാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഫാഷൻ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് ചേച്ചി ചേട്ടായി ഒരു പന്തലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫാഷൻ ഫ്രൂട്ട് അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ഇനി അടുത്തത് മുഴുവൻ കാന്താരി കേട്ടോ. ഇത് മുഴുവൻ കാന്താരി വെച്ചിരിക്കുകയാണ്. ഇഷ്ടം പോലെ കാന്താരി മുളകുണ്ട് കേട്ടോ. ഇതായാലും ചീരയുണ്ട്. അപ്പുറത്ത് ദൈവമുണ്ടോ, അവിടെ പാവയ്ക്ക ദേവി ഇഷ്ടം പോലെ ഉണ്ടാക്കി കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ സെയിം പാവയ്ക്ക കേട്ടോ, സെയിം ടേസ്റ്റ് കാര്യങ്ങളാണ്. ഇത് കണ്ടില്ല, പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ തീർന്നിട്ടില്ല കേട്ടോ. നല്ല 1-ാം തരം പടവലങ്ങ. ഇതെല്ലാം നല്ല ഫെൻസൊക്കെ ചെയ്ത് അതുപോലെ തന്നെ പന്തലെല്ലാം ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. നല്ല രീതിയിലാണ് അവരിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ കയറി വരുന്നു. ശേഷം ഇവിടെ ഫാഷൻ ഫ്രൂട്ട് കാര്യങ്ങളുണ്ട്. അതുകൂടാതെ ചേമ്പ് ഇഷ്ടംപോലെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കുരുമുളക് കേട്ടോ. ഇത് കയറി വരുന്നത്
നമ്മുടെ ടൗൺസ്വില്ലിലെ കുരുമുളകിൻ്റെ കൃഷിയുടെയൊക്കെ വീഡിയോ നമ്മുടെ പേജിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നിന്നുണ്ടോ കുരുമുളകുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രിസ്ബെയിനിലെ വെതർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇച്ചിരി തണുപ്പ് കൂടുതലുള്ള ഒരു ഏരിയയാണ്. നമ്മൾ കമ്പയർ ടു മറ്റേ കെയ്ൻസ് ടൗൺസിൽ ഇവിടെ തണുപ്പ് വരുമ്പോൾ വിൻ്റർ സമയത്ത് നല്ല തണുപ്പാണ്. എന്നാൽ ചൂട് വരുമ്പം 40-40 ഡിഗ്രിയൊക്കെ ചൂട് വരികയും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു വെതറാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു വെതറാണ് ഈ ക്യൂൻസ്ലാൻഡിൽ ഓവറോൾ വെച്ച് നോക്കുമ്പോൾ. അപ്പം അത് ഒരു മെയിൻ റീസണാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഇങ്ങോട്ട് കുടിയാനായിട്ട്. ഇപ്പോൾ ഇവിടെ ബ്രിസ്ബെയിനിലൊക്കെ സ്ഥലത്തിനൊക്കെ ഭയങ്കരമായിട്ട് റേറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ മലയാളീസ് ആയിട്ടുള്ളവരൊക്കെ ഒത്തിരി പേര് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലേ നമ്മുടെ നാട്ടിലെ കടലാസി ചെടി. ചേച്ചിക്ക് ഇഷ്ടംപോലെ ഗാർഡൻ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല രസമായിട്ടാണ് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേണ്ട അടിപൊളി. നമ്മുടെ നാട്ടിലെ കോളാമ്പിച്ചെടി കേട്ടോ മൂല കാണുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ ആദ്യമൊക്കെ വരുമ്പോഴത്തേക്കും നല്ല മണി പ്ലാന്റ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ ചെടികളാണ് കേട്ടോ. ഇതെല്ലാം പോട്ടിനകത്ത് ഇങ്ങനെ ചേച്ചി ഇത് മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും പിള്ളേരൊക്കെ വലുതായി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതാണ് പരിപാടിയെന്ന് തോന്നുന്നു. എന്നെ രസമായിട്ടാണ് നോക്കിയത്. നമ്മുടെ നാട്ടിലെ ആ ചെടികളൊക്കെ കേട്ടോ അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. മണി പ്ലാന്റ് ഒക്കെ. ഇനി ഞാൻ ചേച്ചിനെ കാണിച്ചു തരാം. ഹലോ മിനാൻറ്റി, നമസ്കാരം. എന്നാണ് വിശേഷങ്ങൾ? അങ്ങനെ കൊള്ളാം. ഇത് എങ്ങനെ എപ്പോഴാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നത് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്? ഇതിപ്പോ ഈ കണ്ടെത്തുകയാണല്ലേ? ചേട്ടായും ചേച്ചിയും ഡെഡിക്കേറ്റഡ് ആണ്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മുടെ നാട്ടിലെ രീതിയിലാണ് ഈ പച്ചക്കറിയൊക്കെ. ഇതെങ്ങനെയാണ് ഇതെല്ലാം ഇങ്ങനെയൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇത് സീസൺ അനുസരിച്ചെല്ലാം പ്ലാന്റ് ചെയ്യും അല്ലേ? എല്ലാം വേണം അല്ലേ? വെള്ളമൊക്കെ ഒഴിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഈ പാവല് കോവല് എല്ലാം അല്ലേ നല്ല നല്ല പന്തലെല്ലാം ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആകുന്നു. അപ്പൊ നാട്ടിലെവിടെയാണ്? നാട്ടില് ചേച്ചി? നാട്ടില് എന്റെ വീട് കോട്ടയം മല്ലുശ്ശേരിയാണ്. ചേട്ടായി എന്റെ നാട്ടുകാരനാണ്. ഞങ്ങള് കോട്ടയം കല്ലറ സ്വദേശികളാണ്. അപ്പം ഞങ്ങൾ ബ്രിസ്ബെയിൻ കറങ്ങാൻ വന്നപ്പോഴത്തേക്കും നമ്മൾ ഇവരുടെ അടുത്ത് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് 2 പിള്ളേരുണ്ട്, വലിയ പിള്ളേരാണ്. ചേച്ചി പിള്ളേരൊക്കെ എങ്ങനെയാണ്? പിള്ളേര് മോള് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഫോർത്ത് ഇയർ ആണല്ലേ? അവരിങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. ബ്രിസ്ബെയിനിൽ എങ്ങനെയുണ്ട്? ബ്രിസ്ബെയിനിലെ ജീവിതം ഇപ്പൊ ഒത്തിരി പേര് ഓസ്ട്രേലിയയിൽ നിന്ന് ഈ ബ്രിസ്ബെയിനിലേക്ക് ഓസ്ട്രേലിയയിലുള്ളവർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ചക്കയോ മാങ്ങായോ തേങ്ങ ഇല്ല കേട്ടോ. തേങ്ങ ഉണ്ട്, ഉണ്ട്. എന്ത് വേണേലും ഇവിടെ കിട്ടും. നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും കിട്ടും. നമ്മളിപ്പോൾ ഇവിടുന്ന് ഗോൾഡ് കോസ്റ്റിലേക്ക് പോവുകയാണ്. ഗോൾഡ് കോസ്റ്റിലെ കാഴ്ചകളാണ് ഇനി അടുത്തത്. അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.